ഹലോ, ഷാനോൺ. കേരള സ്റ്റോറി പാർട്ട് 2 ഗോസ് ബിയോണ്ട് കണ്ടിട്ട് വരാം. इंशाल्लाह कल 25 साल में पूरा भारत एक साथ होगा और पूरे भारत में शैला होगा। हमारा काम है हिंदू को आता ओके लेकिन हम हमारे पास नहीं है खुद को बताओ എൻ്റെ ലൈഫിൽ ഞാൻ ആദ്യമായിട്ടാണ് ഒരു സിനിമ അല്ലെങ്കിൽ ട്രെയിലർ റിയാക്ട് ചെയ്യണം. ഇങ്ങനൊരു സാധനം നമ്മുടെ നാട്ടിൽ ഇറങ്ങിയിട്ട് എങ്ങനെ റിയാക്ട് ചെയ്യാൻ പോകും? ओके मर जाऊंगी लेकिन बीफ नहीं खाऊंगी. ഈ ട്രെയിലർ നിങ്ങൾ എത്ര പേര് കണ്ടെന്ന് അറിയില്ല, എത്ര പേര് ഇതിൽ ഓരോന്ന് ശ്രദ്ധിച്ചു എന്നറിയില്ല, ഇതിൽ എന്തൊക്കെ പ്രൊപ്പഗാൻഡ ഉണ്ടെന്ന് അറിയില്ല. പക്ഷേ ആ ട്രെയിലറിൽ ഏതെങ്കിലും ഒരു ഫ്രെയിമിലോ ഒരു സീനിലോ കേരളം ഉള്ളതായിട്ട് എനിക്ക് തോന്നില്ല. നിങ്ങൾ കണ്ട 3 നായികമാരും 3 വില്ലന്മാരും 3 ഫാമിലീസും 3 നാടുള്ള ഒരു ട്രെയിലർ അല്ലെങ്കിൽ ഒരു കഥ, ഇങ്ങനത്തെ ഒരു സംഭവം കേരളത്തിൽ നടന്നിട്ടുണ്ടെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ അതിന്റെ ഏതെങ്കിലും ഒരു ന്യൂസ് എനിക്ക് അയച്ചേർക്കും. നടന്നിട്ടുണ്ട് എന്ന് പറഞ്ഞ കമന്റിൽ മേടിക്കുന്ന കുറെ ഫേക്ക് അക്കൗണ്ടുകളുണ്ട്. ഫേക്ക് അക്കൗണ്ടുകളുടെ കാര്യമില്ല, എന്നാലും ബുദ്ധി വിവരവും തലയ്ക്കകത്ത് ആൾതാമസമുള്ള ആരെങ്കിലും നിങ്ങളിത് കാണുകയാണെങ്കിൽ ഒന്ന് അയച്ചുകൊണ്ടാണ്. കാരണം ഞങ്ങൾ ജീവിക്കുന്ന കേരളത്തിൽ ഞങ്ങൾ IS-ലോട്ട് റിക്രൂട്ട് ചെയ്യുന്ന ഒരു നാടാണ് ഞങ്ങളുടെ കേരളം. അല്ലെങ്കിൽ ഇത് മാത്രമേ ഇവിടെ നടക്കുന്നുള്ളൂ എന്ന് ഞങ്ങൾക്കറിയില്ല. ഞങ്ങളും കൂടെ ഒന്ന് അറിയട്ടെ, ഞങ്ങൾക്കും കൂടെ അയച്ചുകൊണ്ട് എന്താണ് ഇതിന്റെ സോഴ്സ്, നിങ്ങൾക്ക് ഇത് എവിടെ നിന്നാണ് ഈ കഥകൾ കിട്ടിയത്? അല്ലെങ്കിൽ ഇത് നിങ്ങളുടെ സാങ്കല്പികമാണെങ്കിൽ നിങ്ങൾ ആ കഥയ്ക്ക് മുന്നിൽ എഴുതി കാണിക്കണം. എന്താണ് ഇത് വെറും സാങ്കല്പികമായ കഥകളാണ്, പക്ഷെ നിങ്ങൾ ആ കഥയ്ക്ക് മുന്നിൽ എഴുതി കാണിക്കുന്നുണ്ട് ഇത് ദി സ്റ്റോറി ബേസ്ഡ് ഓൺ ട്രൂ ഇവന്റ്സ്. അപ്പൊ ഞങ്ങൾക്ക് അറിയണ്ടേ ഞങ്ങളുടെ നാട്ടിൽ നടന്നത് എന്തൊക്കെയാണ്? കുറച്ച് കാര്യം പറഞ്ഞാൽ നിങ്ങൾ ഈ നോർത്തിലിരുന്ന് കേരള 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 എന്ന് പറഞ്ഞ് നടക്കുന്നതല്ല ശരിക്കും ഞങ്ങളുടെ നാട്. ഞങ്ങളുടെ നാടിനെ കുറിച്ച് സിമ്പിളായിട്ട് അറിയണമെങ്കിൽ ജസ്റ്റ് ഇൻസ്റ്റാഗ്രാമിലോ യൂട്യൂബിലോ കേരള സ്റ്റോറീസ് ഒന്ന് അടിച്ചു കൊടുത്താൽ മതി. അത് നിങ്ങൾ കഴിഞ്ഞ കൊല്ലം കണ്ട നാഷണൽ അവാർഡ് കിട്ടിയ ആ പ്രൊപ്പഗാൻഡ സിനിമയല്ല. അതല്ലാണ്ട് കേരളത്തിൽ ഞങ്ങൾ ഇവിടെ ജീവിക്കുന്നവർ ചെയ്ത കുറച്ച് നല്ല കാര്യത്തിന്റെ കുറച്ച് വീഡിയോസ് ഉണ്ട്. അത് ആ ഹാഷ്ടാഗിൽ കേരള സ്റ്റോറി എന്നുള്ള ഹാഷ്ടാഗിൽ തന്നെ അന്നത്തെ കാലത്തും ഇന്നത്തെ കാലത്തും ഓരോരുത്തർ പോസ്റ്റ് ചെയ്യുന്നുണ്ട്. അതിലുണ്ട് ഞങ്ങളുടെ നാട്. ഇത് ശരി പ്രൊപ്പഗാൻഡ നാടകത്തിന്റെ പേരിൽ അല്ലെങ്കിൽ ആവിഷ്കാര സ്വാതന്ത്ര്യം പറഞ്ഞ് നിങ്ങൾ ഓരോ സാധനം പടച്ചു വിടുമ്പോൾ നിങ്ങൾ വിചാരിക്കുന്നത് നിങ്ങൾ എന്തൊക്കെയോ വലിയ സംഭവം ചെയ്തു എന്നാണ്. പക്ഷെ വളർന്നു വരുന്ന ഒരു തലമുറയുടെ മുന്നിൽ നിങ്ങൾ ഇട്ടുകൊടുക്കുന്ന ആ വിദ്വേഷം, ആ വെറുപ്പ്, അതിന് നിങ്ങൾക്ക് ഒരിക്കലും മാപ്പ് കിട്ടൂല. കുഴപ്പമൊന്നുമില്ല, നിങ്ങൾ നിങ്ങളെ കൊണ്ടാവുന്നത് അത്ര ചെയ്യും. 100% ലിറ്ററസി എന്ന് പറഞ്ഞ് നടക്കുന്ന കേരളത്തിൽ എന്തൊക്കെ ആവുമെന്ന് ഞങ്ങൾക്കറിയാം. ഇത് എത്ര പേര് ഏറ്റെടുക്കുന്നു ഞങ്ങൾക്കറിയാം. ആ ഏറ്റെടുക്കുന്നവര് നാളെ നിങ്ങളുടെ മക്കളും അല്ലെങ്കിൽ നിങ്ങളുടെ സൊസൈറ്റിയും നിങ്ങളും ഈ കേരളത്തിലാണ് ജീവിക്കുന്നത്. ആ നാടിനെ കുറിച്ചിട്ടാണ് മണ്ടന്മാരെ ഇങ്ങനെ ഓരോ പൊട്ടന്മാര് ഓരോ കഥ അടച്ചിടുന്നത്. ഇതും കൈയൊട്ടി സ്വീകരിക്കുന്നവരോടാണ്. നിങ്ങൾ വേണമെങ്കിൽ കണ്ടാൽ മതി, വേണമെങ്കിൽ ഏറ്റെടുത്താൽ മതി. പക്ഷെ ഒരു കാര്യം ചിന്തിച്ചോ, എന്തൊക്കെ പറഞ്ഞാലും നമ്മുടെ നാട് ഇങ്ങനെയല്ല.